ഞാൻ നഫേട്ടനെ ആദ്യം കാണുന്നത് മഹാരാജ് കോളേജിൽ ഓഡിറ്റോറിയത്തിൽ കലാഭവന്റെ മിമിക്സ് പരേഡ് നടക്കുമ്പോഴാണ്. അപ്പൊ അതില് പുള്ളി അനൗൺസ്മെന്റ് ആണല്ലോ കൂടുതലും ചെയ്യുന്നത്, പുള്ളിയാണ് അനൗൺസ് ചെയ്യുന്നത്. അപ്പൊ സ്റ്റേജിൽ നല്ലൊരു ശബ്ദത്തിന്റെ ഉടമ, നമ്മളിപ്പോ നാടകമൊക്കെ ഇങ്ങനെ ആരാധനയോടെ കൊണ്ടുനടക്കുന്ന കാലമായതുകൊണ്ട് ഈ ശബ്ദം നമുക്ക് വലിയ അട്രാക്ഷൻ അല്ല. അപ്പോൾ വളരെ ശുദ്ധതയുള്ളൊരു ശബ്ദമായിരുന്നു. അന്ന് ഓവറായിട്ടൊരു ബാസില്ല, നല്ല പ്യൂരിഫൈഡ് വോയിസ് ആയിരുന്നു എനഫേട്ടൻ്റെ. അപ്പോൾ എനഫേട്ടനാണ് അനൗൺസ് ചെയ്യുന്നത്. ആ അനൗൺസ്മെന്റിൽ തന്നെ ഒരു കലയുണ്ട്. കാരണം ഇപ്പം ബെന്നിച്ചേട്ടൻ പറഞ്ഞൊരു കാര്യം, കാരണം ജനചേട്ടൻ ആ സമയത്ത് ഈ ശബ്ദത്തിന്റെ ഘന തൂക്കമായിരുന്നു. അതെ, പ്രൊഫഷൻ നാടകവേദിയിലൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര കട്ടിയുള്ള ശബ്ദം എന്ന് പറയുന്ന ഭയങ്കര എല്ലാവർക്കും അട്രാക്ഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ശബ്ദത്തിനൊരു സൗന്ദര്യം കൂടി ഉണ്ടായിരുന്നു. ശബ്ദ ഗാംഭീര്യം മാത്രമല്ല, ശബ്ദത്തിനൊരു പ്യൂരിറ്റിയും സൗന്ദര്യമുള്ള ശബ്ദമായിരുന്നു എനഫേട്ടൻ്റെ. നമ്മളന്നൊക്കെ ഈ റേഡിയോ സ്റ്റേഷനിലൊക്കെ കേൾക്കുന്ന ചില ശബ്ദത്തിന്റെ ഒരു ശുദ്ധത ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. അപ്പോൾ ആ അനൗൺസ്മെന്റിൽ തന്നെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. മിമിക്സ് പരേഡിന്റെ അനൗൺസ്മെന്റ് ഇപ്പോൾ കാസറ്റുകൾ, പഴയ കാസറ്റുകളൊക്കെ ശ്രദ്ധിച്ചറിയാം, നല്ല ശുദ്ധതയോടെ, നല്ല ശുദ്ധതയോടെയും വേഗതയിൽ ടൈമിംഗ് ഒക്കെ കറക്റ്റ് ആയിരിക്കും, ലാഗില്ലാണ്ടൊക്കെ ചെയ്യും. അവിടെയും അദ്ദേഹം ഈ താരങ്ങളെയോ ഒന്നല്ല അനുകരിച്ചിരുന്നത്, മോണാക്ടിന്റെ സൈഡായിരുന്നു പുള്ളി. പല അഭിനയത്തിന്റെ പരിപാടികളെ കാണിച്ചിരുന്നത്. പഴയ നാടകത്തിലെ ചില കഥാപാത്രങ്ങളൊക്കെ എടുത്തിട്ട് വളരെ രസകരമായിട്ടുള്ള പ്രസന്റേഷൻ ആയിരുന്നു അതിൻ്റെ അകത്ത്. ഓർമ്മയുണ്ടാവും, മറ്റേ വാനറച്ചിട്ട് പറയുന്ന ഒരു കഥാപാത്രമൊക്കെ ഉണ്ടായിരുന്നു അന്ന്. എന്ന് വെച്ചാല് ഈ ചാകട കർത്താവാണ് നിന്നെ വെച്ചോണ്ടിരിക്കില്ല, ഏതെല്ലാം ദിക്കിലെന്തൊരു ആൾക്കാർ കോളറ വന്നിയാകണമെന്ന് പറഞ്ഞിങ്ങനെ നോൺ സ്റ്റോപ്പ് ആയിട്ട് പറയുന്ന ഒരു ക്യാരക്ടറൊക്കെ വെച്ചിട്ട് പുള്ളി ചെയ്തു. അത് വളരെ രസമായിരുന്നു. അപ്പൊ അത് എന്റെ മനസ്സിലുണ്ടെന്നത് കാണുമ്പോൾ, പിന്നീട് സിനിമയിലൊക്കെ വന്നതിന് ശേഷം കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഞാൻ പറയുമായിരുന്നു ഇങ്ങനെ, എനഫേട്ട് ആ ക്യാരക്ടർ വെച്ചിട്ട് ഒരു പരിപാടി ചെയ്യാവുന്നതാണ്. അങ്ങനത്തെ വാന്നറിച്ചിട്ട് പറയുന്ന ഒരു കഥാപാത്രം എന്നൊക്കെ പറയുമ്പോൾ പറയും, എഴുതി വെക്ക്, ഞാൻ ചെയ്തോളാം, അത് 6 പേജ് എഴുതിയാലും ഞാൻ കാണാപ്പടം പിടിച്ച് ചെയ്യാം. അത് അദ്ദേഹം എന്നിട്ട് പറഞ്ഞു കാണിക്കും. ആ മിമിക്രിയുടെ ഞാൻ അതൊന്ന് കംപ്ലീറ്റ് ഒന്ന് പറഞ്ഞെന്നൊക്കെ പറയുമ്പോൾ അവിടെ ഇരുന്നിട്ട് പറഞ്ഞു കാണിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ രസകരമാണത്. പക്ഷേ അത് ചെയ്യാൻ പറ്റിയില്ല. പല സിനിമയിലും ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തെ കൊണ്ട് ചെയ്യിക്കണമെന്ന്, പക്ഷെ അത് നടന്നില്ല. ഈ 6 പേജ് എഴുതിയാലും ഞാൻ പറയാന്നൊക്കെ പറയുന്നത് ഒരു നാടക കോൺഫിഡൻസാ. അതിൽ ബൈഹാർട്ട് പഠിക്കണമല്ലോ. അത് നാടകം ബൈഹാർട്ട് പഠിച്ചിട്ടുള്ള പരിപാടിയാണല്ലോ, അതിന്റെ ഒരു നാടക കോൺഫിഡൻസ് അതിനകത്തുണ്ട്. ഇപ്പോ പ്രജ എന്ന് പറയുന്ന ചിത്രത്തിൽ ഈ ലാഹേൽ വക്കച്ചൻ എന്ന് പറയുന്ന കഥാപാത്രം അദ്ദേഹം ചെയ്തേക്കുന്നത്, ഇവിടെ നോക്ക്, ഇനി അങ്ങോട്ട് സംസാരിക്കാൻ പോകുന്നത് 5 പേർക്ക് ജോണി വാക്കറിന്റെ വാറല്ല, സീസൺഡ് പൊളിറ്റീഷ്യനായ ലാഹേൽ വക്കച്ചനാണെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഒരു നീ ഗണ്ണ് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നിടം വരെ ഇവിടെ എന്നൊക്കെ പറഞ്ഞൊരു ഒരു ഡയലോഗും പറച്ചിലും. ഈ 2.25 മണിക്കൂർ 2.5 മണിക്കൂറുള്ള നാടകം മൊത്തം ബൈഹാർട്ട് ചെയ്തിട്ടല്ല അവതരിപ്പിക്കുന്നത്. അപ്പൊ അതൊരു 10-15 ദിവസത്തെ റിഹേഴ്സൽ കൊണ്ട് തന്നെ എല്ലാവരും ബൈഹാർട്ടാവും. അപ്പൊ ആ ഒരു കോൺഫിഡൻസ് സ്റ്റേജിൽ നിന്ന് വരുന്ന ആർട്ടിസ്റ്റുകൾക്ക് ഉണ്ടാവും. 1 പേജ് 2 പേജ് അല്ല, എത്ര പേജ് തന്നാലും നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നുള്ള കോൺഫിഡൻസ് ഉണ്ടാവും. അപ്പൊ അതുപോലെയാണ് അദ്ദേഹം പറഞ്ഞു തന്നത്. പിന്നെ ശ്രദ്ധിച്ച കാര്യം, ഈ നാടകത്തിന് ആരോപിച്ച് കിട്ടിയ ഒരു സംഭവം എന്ന് പറഞ്ഞത് ഇത്തിരി കൂടുതലാണ് എന്ന് പറയും. സിനിമയിൽ വരുമ്പോൾ നാടകത്തിന് അത് ആവശ്യമാണ്, സിനിമയിൽ വരുമ്പോൾ അത്ര വേണ്ട എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്നാൽ എന്നപ്പേട്ടൻ കൂടുതലായിട്ട് നമ്മൾ കണ്ടിട്ടേ ഇല്ല. ഇപ്പം നമ്മള് നരസിംഹത്തിന്റെ തുടക്കത്തിൽ നീ പകപോക്ക് കാണല്ലേടാ ചോദിച്ചാലും ശരി, അല്ലെങ്കിൽ മമ്പറം ബാവ എന്ന് പറയുന്ന വല്യേട്ടനിലെ ക്യാരക്ടർ എടുത്ത് നോക്കിയാലും ശരി, സല്ലാപം എന്ന് പറയുന്ന സിനിമയിൽ ഗൾഫ് റിട്ടേൺ ആയിട്ടുള്ള ആളാണെങ്കിൽ ശരി, പത്രത്തിലെ വിശ്വനാഥൻ, ഇത് കൊച്ചിയാണ്, വിശ്വനാഥന്റെ കൊച്ചി എന്നൊക്കെ പറയുന്നിടത്തൊക്കെ ഒരു ആവശ്യത്തിനധികമെന്ന് നമുക്ക് തോന്നുന്ന, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഉണ്ടെങ്കിലും ജനങ്ങൾ തെറ്റു പറയാത്ത അവസ്ഥയിലെത്തുന്ന രീതിയിൽ പോലും ശബ്ദം ഉയർത്തി സംസാരിക്കാതെയാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത്. ആ ഒരു തിരിച്ചറിവ് നാടകത്തിൽ നിന്ന് വരുന്നവർക്ക് എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല. പക്ഷെ ആ തിരിച്ചറിവ് ഉള്ളവരാണ് നിലയിൽ നിന്ന് പോകുന്നത് സിനിമയിൽ.